വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ഒരു മനുഷ്യന് പോലും സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ പോലും നമ്മൾ മുതലെടുക്കാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഈ ഗൾഫിൽ കുത്തേറ്റ് മരിച്ച ആ യുവതിയുടെയും യുവാവിൻ്റെയും കാര്യം തന്നെയാണ്. ഈ യുവാവ് കുറേ കാലമായിട്ട് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നാട്ടിൽ വന്നിട്ട് പെണ്ണിനെ നോക്കണം, അങ്ങനെ കല്യാണം കഴിക്കണം, അതൊക്കെ ഒരു വലിയൊരു ചടങ്ങാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും കാണാൻ കൊള്ളാവുന്നതുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒരു ഹായ് അയക്കാം, അങ്ങനെ ഹായ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ആനി എന്ന് പറയുന്ന ഈ സുഹൃത്ത്, അതായത് ഈ സുഹൃത്തിനെ ഈ യുവതിക്ക് ഒരു ഹായ് അയക്കുന്നത്. അപ്പോൾ തന്നെ ആ യുവതി ഇങ്ങോട്ട് തിരിച്ചയക്കുന്നു. പിന്നീട് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ആനി പറയുകയാണ്, എനിക്കൊരു ജോലി വേണം ഗൾഫിൽ, അതായത് അവിടെ എങ്ങനെയെങ്കിലും ചെന്ന് പെടണം, എൻ്റെ ബന്ധുക്കൾ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വിചാരിച്ച എന്താണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിക്കാലോ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഈ യുവതിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവൻ്റെ സ്വന്തം ചെലവിലാണ്, അതായത് ഫ്ലൈറ്റിൻ്റെ ചെലവ് വരെ അവനാ എടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. നമുക്കെല്ലാവർക്കും അറിയാലോ, ദുബായിൽ താമസ സൗകര്യത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ്. അങ്ങനെ 3-4 മാസം ഈ യുവതി അവിടെ താമസിച്ചത് ഇവൻ്റെ ചെലവിൽ തന്നെയാണ്. ഇവർ കൂടെയൊന്നുമല്ല താമസിച്ചത്, ഇവൻ്റെ ചെലവിൽ തന്നെയാണ് താമസിച്ചത്. ഏതായാലും അങ്ങനെ ഇവൻ വളരെ സന്തോഷത്തോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ 1.5 വർഷങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക്, ഈ യുവതിക്ക് നല്ലൊരു ജോലി കിട്ടുകയാണ്. ആ ജോലിയൊക്കെ ആയി സെറ്റിലായി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാവ് പറയുകയാണ്, എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴേ അത് പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരന് വലിയൊരു ജോലിയൊന്നുമല്ല, അതായത് ഇവൻ്റെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമല്ല ഈ യുവതിയെ സഹായിച്ചത്. അവൻ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു, അവൻ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് എനിക്ക് കല്യാണം കഴിക്കാം, ആരോരും ഇല്ലാത്തവളല്ലേ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാം എന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് അവൻ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ എത്തിയിട്ട് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവരുടെ മനസ്സ് മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അമ്മ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കള്ളം പറഞ്ഞു. അമ്മയ്ക്കിഷ്ടം വേറൊരാളുമായി കല്യാണം കഴിക്കുന്നതാണ്. അതുമാത്രവുമല്ല, അവിടെ തന്നെ ദുബായിൽ തന്നെ ജോലിയുള്ള ആരെയെങ്കിലും നോക്കാനാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ചെറിയൊരു തുച്ഛമായ ശമ്പളം വെച്ച് ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് ജോലിയും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയപ്പോഴേ അവനോട് പറയുകയാണ്, നമുക്കൊരിക്കലും ഒന്നാകാൻ കഴിയില്ല, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന്. ഏതായാലും ഈ കത്തിക്കുത്തോ ഇതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം വരെ ഇപ്പോഴേ അവിടെ എന്താ പറയുക, ആ ചെറുപ്പക്കാരനെയും ഇനി കൊല്ലും എന്നുള്ളതാണ്. അതായത് അവിടുത്തെ നിയമങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതായാലും ആ ചെറുപ്പക്കാരൻ്റെ ആ ഗതിയും കൂടി ഇതുപോലെയായി. ഇനി കുറേ നാൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാം ആ ചെറുപ്പക്കാരനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്ന്. അതായത് അവിടെ വെറുതെ വിടലോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. അവിടെ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ മരണശിക്ഷയാണ് അതിൻ്റെ ശിക്ഷ. അങ്ങനെ ഈ ഒരു യുവതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരുപാട് സാമ്പത്തികപരമായിട്ട് മുതലെടുത്തു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അവന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കുറ്റക്കാരിയായത് എനിക്ക് തോന്നുന്നത് യുവതിയും യുവതിയുടെ വീട്ടുകാരും തന്നെയാണ്. അതായത് ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ അതുപോലെയുള്ള മോഹങ്ങൾ കൊടുക്കരുതായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ദുബായ് നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പറുദീസയാണ്. അതായത് ഒരുപാട് പേര് അവിടെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം താമസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പലരും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാറുണ്ട്. ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരാളെ കിട്ടുമ്പോൾ, നല്ല കാറുള്ള അല്ലെങ്കിൽ നല്ല ജോലിയുള്ള ആൾക്കാരെയൊക്കെ കിട്ടുമ്പോൾ ഇത് തന്നെയാണ് സുഖം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അവിടെ ചതിയിലും വഞ്ചനയിലും പെടുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾക്ക് പോലും ഇതുപോലെ മോഹങ്ങൾ കൊടുക്കാൻ പാടില്ല. അവൻ്റെ മനസ്സിൽ, അതായത് നീ എന്നെ കൊണ്ടുപോകുന്നത് നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനാണോ എന്ന് ചോദിക്കേണ്ട ഒരു ബാധ്യത ഇവർക്കുണ്ടായിരുന്നു. അതുപോലെ ഈ 1.5 വർഷക്കാലം ഈ യുവാവ് എല്ലാ ഞായറാഴ്ചയും ഇവളെ കാണാൻ വേണ്ടിയിട്ട് അബുദാബിയിൽ നിന്നും ദുബായിലേക്ക് വരും. അപ്പോഴും പറയണമായിരുന്നു, നീ ഇങ്ങനെ എന്നെ കാണാൻ വരേണ്ട, അതായത് നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു എന്നെങ്കിലും പറയണമായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയിക്കാതെ ആ ഒരു പയ്യനെ കോമാളിയെ പോലെ ആക്കി എന്നുള്ളതാണ്. പിന്നെ മറ്റു പലരും പറയുന്ന പോലെ വേറൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ദുബായി ആണ്, അപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ജീവിതം എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പലരും എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദറൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ താമസിക്കുന്നവരും ഉണ്ട്. ഈ യുവതിയും അതുപോലെ
ഇവനുമായിട്ടും താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോഴുണ്ടാകാം, നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങളായിരിക്കാം. കാരണം ദുബായിലൊക്കെ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. അതായത് ദുബായിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ പോയിട്ട് അവിടെയും നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ കൊച്ചി ഏകദേശം നശിപ്പിച്ചു, അതേപോലെ തന്നെയാണ് ദുബായിയും ഇവർ പോയിട്ട് നശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാമുകിയായിട്ടും കാമുകന്മാരായിട്ടും ജീവിക്കുന്ന ഒരുപാട് പേര് ദുബായിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളത് മാറണം. ഇല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് വിവാഹം കഴിക്കണം. അതായത് ഈ ഗൾഫ് പോലീസിന് ഇപ്പോഴ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. കാരണം എപ്പോഴാണ് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ തമ്മിൽ കുത്തുക എന്ന് പറയാൻ കഴിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ബംഗ്ലാദേശികളായിരുന്നു. ഇപ്പോഴും ബംഗ്ലാദേശികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്. അതായത് ബംഗാളികൾ എന്നാണ് പറയുക, അവരെയും ബംഗാളികൾ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും കുറച്ച് ഡീസൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മലയാളികളാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ഇതുപോലെ നമ്മളെല്ലാവരും കണ്ടല്ലേ, കുവൈത്തിൽ ആ രണ്ടുപേരും പരസ്പരം കുത്തിമരിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് ഒരാൾക്കും അറിയില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പുറത്ത് പെടുത്തുമില്ല. അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതൊരാളുണ്ടാകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം, ഇല്ലെങ്കിൽ അവിഹിതമായിരിക്കാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മലയാളികളുടെ വില തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിലയാണ്. അതായത് എല്ലാവർക്കും അറിയാം, മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യക്കാരാണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വേറിട്ട പോലെയാണ് നടന്നത്. അതായത് മലയാളികൾ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മനുഷ്യരാണ്, നമുക്ക് ദുബായിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തതാണ് എന്നൊക്കെയാണ് അവിടുത്തെ ഭരണാധികാരികൾ വരെ പറയുന്നത്. പക്ഷെ ഇപ്പോഴെല്ലാവരുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീതിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വഭാവം തന്നെ നമ്മളെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതായത് അന്യദേശത്ത് താമസിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യാനാണ് പോയത്, അല്ലാതെ അവിടെ കുടുംബം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തിനോ ഇല്ലെങ്കിൽ വേറെ ഇതിനൊന്നും അല്ല നിങ്ങൾ പോയിരിക്കുന്നത്. അവിടെ പോയിട്ട് ജോലി ചെയ്യുക, ജോലി ചെയ്തതിന് ശേഷം ആ പൈസയും കൊണ്ട് നാട്ടിൽ വന്നിട്ടാണ് നിങ്ങൾ കുടുംബം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ അവിടെ നിന്ന് തോന്നിയതുപോലെ ജീവിച്ച് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ പോയി, മറ്റൊരുത്തൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോയി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരേ സമയം തന്നെ രണ്ട് പേരെ കാമുകനാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മലയാളികൾ തന്നെയാണ്, വേറെ ആരുമല്ല, മലയാളികൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഒരുത്തനായിരിക്കും കൂടെ, അതുപോലെ ലഞ്ച് കഴിക്കാൻ പോകുമ്പോൾ ഒരുത്തനായിരിക്കും കൂടെ. എല്ലാവരെയും ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല. എല്ലാവരും ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എന്താണോ താൻ അങ്ങനെ പറഞ്ഞത്, അതൊന്നും പറയണ്ട. അതായത് അവിടെയുള്ള മലയാളികൾക്ക് വരെ അറിയുന്ന കാര്യം തന്നെയാണ്. അവിടെ മലയാളി സമൂഹം, മലയാളികൾ എന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സർക്കിട്ട് എന്ന് പറയുന്ന സിനിമയിൽ ആസിഫ് അലി കാണിക്കുന്നുമുണ്ട്. അതും നമുക്കറിയാം. കാരണം എല്ലാ തെണ്ടിത്തരത്തിൻ്റെ പിന്നിലും അവിടെ മലയാളികൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അതും എല്ലാവർക്കും അറിയാം. അവിടെ ബാറിൻ്റെ മുതലാളിമാർ വരെ എന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെയാണ്. അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ജീവിക്കാനാണ് അവിടെ പോയിരിക്കുന്നത്, അല്ലാതെ അവിടെ കുടുംബം ഉണ്ടാക്കാനോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കത്തിക്കുത്ത് നടത്താനോ ഒന്നിനുമല്ല. എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ തലയും കൊണ്ട് വീട്ടിലേക്ക് വരാം, ഇല്ലെങ്കിൽ തലയില്ലാതെ വീട്ടിലേക്ക് വരാം. മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ചെയ്തില്ലേ വേണ്ടിയില്ല, കമൻറ്റും ചെയ്തില്ലേ കുഴപ്പമില്ല, പക്ഷേ ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.